ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം 4-ാം വാരം വ്യാഴാഴ്ച. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ 5-ാം അധ്യായം 31 മുതൽ 47 വരെയുള്ള തിരുവചനങ്ങൾ. നമ്മൾ ഈ ദിവസങ്ങളിൽ വായിച്ചു കേൾക്കുന്നത് ഒരു തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വചനഭാഗമാണ്. ക്രിസ്തു ബെത്സദ കുളത്തിൻ്റെ അരികിൽ ഇരിക്കുന്ന ആ രോഗിയെ സുഖപ്പെടുത്തിയതിനു ശേഷം ജനങ്ങളെല്ലാം, യഹൂദരെല്ലാവരും ചോദിക്കുന്നുണ്ട്, സാബത്ത് ലംഘിക്കാൻ എന്ത് ധൈര്യം, എന്തധികാരത്താലാണ്? അതിനെക്കുറിച്ചുള്ള ഉത്തരങ്ങളാണ് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മൾ വചനത്തിലൂടെ കാണുന്നത്. കർത്താവ് നൽകുന്ന ഉത്തരങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങൾ കാണുന്നത്. ഇന്നലെ നമ്മൾ വായിച്ചു കേട്ടത്, കർത്താവ് ഞാനിപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് ഞാനായിട്ട് ചെയ്യുന്നതല്ല, മറിച്ച് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത്, അല്ലെങ്കിൽ പിതാവാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രസൻറ്റ് റെഫറൻസ് വെച്ചുകൊണ്ടാണ് കർത്താവ് ഇന്നലത്തെ ഭാഗത്തിൽ നമ്മൾ കണ്ടത്, ഉത്തരം നൽകിയത്. ഇന്ന് കർത്താവ് നൽകുന്ന ഒരു പാസ്റ്റ് റെഫറൻസ് വെച്ചുകൊണ്ടാണ്. കർത്താവ് പറയുന്നു സാക്ഷ്യത്തെക്കുറിച്ചാണ്. സാക്ഷ്യം 2 തരത്തിലാണ്. ഒന്ന്, സ്നാപക യോഹന്നാൻ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. രണ്ടാമത്തേത് സ്ക്രിപ്ചേഴ്സ്, വചനത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നൊരു സാക്ഷ്യമുണ്ട്. പക്ഷേ ഈ 2 സാക്ഷ്യങ്ങളെയും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് കർത്താവ് പറയുന്നത്. ഹെബ്രായരുടെ ബൈബിൾ എന്ന് പറയുന്നത് തനാഖാണ്. തോറ, നെബീം, കെത്തുബീം. തോറ എന്ന് പറയുന്നത് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളാണ്. നെബീം എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളാണ്. കെത്തുബീം എന്ന് പറയുന്നത് പിന്നീട് വരുന്ന റൈറ്റിംഗ്സ് ആണ്. ഡാനിയേൽ, എസ്രാ, നെഹമ്യ, സങ്കീർത്തനങ്ങൾ, ഇങ്ങനെ വളരെയധികം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന, പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് കെത്തുബീം എന്ന് പറയുന്നത്. ഈ പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും വിരൽ ചൂണ്ടുന്ന ഒരു ക്രിസ്തുവുണ്ട്. ഏതൊരു യഹൂദനും കൃത്യമായിട്ടും അറിയാം, ഈ പഴയ നിയമത്തിൻ്റെ എല്ലാത്തിൻ്റെയും പൂർത്തീകരണമായിട്ട് വരുന്നൊരു ക്രിസ്തുവുണ്ടെന്ന്. ആ മിശിഹായെ, ആ ക്രിസ്തുവെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ജനങ്ങളെല്ലാവരും നിന്നിരുന്നത്. ഇവിടെ യേശു പറയുന്നത്, ഞാനാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ക്രിസ്തു. പഴയ നിയമങ്ങളെല്ലാം സൂചിപ്പിക്കുന്ന മോശ പറഞ്ഞു വെച്ച ആ ക്രിസ്തു ഞാനാണെന്നാണ് കർത്താവ്. അതൊരു വലിയ വെളിപ്പെടുത്തലാണ് കർത്താവ് ഇന്നത്തെ വചനത്തിലൂടെ പറയുന്നത്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത്, യഹൂദർ അത് സ്വീകരിക്കാൻ സന്നദ്ധരല്ല, അവർക്ക് താല്പര്യമില്ല. അതിനും കാരണം കർത്താവ് കൃത്യമായിട്ടും ഇന്നത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം, പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്നും വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യും നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? കർത്താവ് കൃത്യമായിട്ടും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു സ്ഥിരീകരണം, ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യം, അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. മറിച്ച് നിങ്ങൾ പലപ്പോഴും പരസ്പരമുള്ള കാര്യത്തേക്കാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ലോകം നൽകുന്ന സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞു വെക്കുന്ന ക്രിസ്തു. ഇന്ന് നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ചില സമയത്ത് നമ്മളും ക്രിസ്തുവിനെ സ്വീകരിക്കാതെ നിഷേധിക്കുന്ന നിമിഷങ്ങളുണ്ട്. എവിടെയോ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സ്ഥിരീകരണങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിസ്തുവിനെ വേണ്ടാന്ന് വെക്കുന്ന, സൈഡിലേക്ക് മാറ്റി വെക്കുന്ന അവസരങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരു വീട് വെക്കുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ മുഹൂർത്തം നോക്കാറുണ്ട്, സ്ഥാനം നോക്കാറുണ്ട്. ഓക്കെ, സ്ഥാനം ഒരു ജിയോളജിക്കലായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും മുഹൂർത്തം നോക്കുന്നത് ശരിയാണോ തെറ്റാണോ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. പക്ഷേ എവിടെയോ കല്ലിടാൻ വേണ്ടിയിട്ട് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ, വീട് വെഞ്ചരിക്കാൻ അല്ലെങ്കിൽ വീടിൻ്റെ പാലുകാച്ചൽ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ എന്നൊക്കെ പറയുമ്പോൾ എവിടെയോ പഴയ നിയമത്തിലൂടെയും പുതിയ നിയമത്തിലൂടെയും നമ്മളുടെ വീട്ടിലിരിക്കുന്ന ആ ബൈബിളിലിരിക്കുന്ന ആ ദൈവത്തെ എവിടെയോ നമ്മൾ നിഷേധിക്കുന്നില്ലേ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെയും കൃത്യമായിട്ടും പറയുന്നതാണ്, ദൈവം നൽകുന്ന സ്ഥിരീകരണത്തിനെ വേണ്ടാന്ന് വെച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിലകൊള്ളുന്നു. മറ്റൊരു ഉദാഹരണം, ഈ ലോകത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ആവശ്യം പഠനമാണ്, ജോലിയാണ് എന്നൊക്കെ ഈ ലോകം പറയുന്ന ഒരു സ്ഥിരീകരണമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊച്ചുങ്ങളെ സ്കൂളിൽ വിടാനും ട്യൂഷൻ വിടാനും കോച്ചിങ് ക്ലാസ്സിന് വിടാനും ഒക്കെ നമ്മൾക്ക് വളരെയധികം താല്പര്യമാണ്. ഒന്ന് പള്ളി വിടുന്ന കാര്യത്തിന് എവിടെയോ നമ്മൾ പിറകിലേക്ക് പോകുന്നു. എവിടെയോ നമ്മളും ക്രിസ്തുവിനെ, വചനത്തിലുള്ള ആ ക്രിസ്തുവിനെ നമ്മോട് വേണ്ടാന്ന് പറയുന്നില്ലേ? ഇങ്ങനെ ചിന്തിക്കാൻ പോയാൽ കുറച്ചധികം സാഹചര്യങ്ങളിൽ വചനം സ്ഥിരീകരിക്കുന്ന ആ ക്രിസ്തുവിനെ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. വചനത്തിലൂടെ നമ്മളുടെ അടുത്തേക്ക് വരുന്ന ക്രിസ്തുവിനെ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ചിന്തിക്കാം, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓരോ ദിവസം ബൈബിൾ വായിക്കുമ്പോൾ ആ വചനത്തിലൂടെ കർത്താവിനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ വാക്കുകൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് എവിടേക്കോ ഞാൻ ഈ ലോകത്തിൻ്റെ വാക്കുകളും ഈ ലോകത്തിൻ്റെ വഴിയിലൂടെയാണോ കടന്നു പോകുന്നത്? ഇന്ന് പ്രാർത്ഥിക്കാം, ദൈവമേ, ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരണമേ. അത് വചനം കാട്ടിത്തരുന്ന വെളിച്ചത്തിൻ്റെ വഴിയായിരിക്കണമേ. അല്ലാതെ ഈ ലോകം കാണിച്ചു തരുന്ന ആ വഴിക്കപ്പുറത്തേക്ക് ഈ വഴിയാണ് യഥാർത്ഥ വഴി എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം കർത്താവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്കായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.